ശേഷം ചെയ്യാന്ന് വെച്ചിട്ട് ഇന്നലെ സായിജ് പറഞ്ഞല്ലേ ഇപ്പൊ മഴ നനി വല്ല പറഞ്ഞു കൊടുക്കും പനി പിടിക്കുന്നു ബോഡി കാണിക്കട്ടെ തിരിഞ്ഞു എന്തോന്ന് അത് ഇവിടെ മഴയായിട്ട് നോക്കുമ്പോ സാധനം ഒന്നും ഇറക്കാൻ പറ്റുന്നില്ല നോക്കുമ്പോ ഇവരിപ്പോ ഇതിന്റെ ഉള്ളിൽ നിന്ന് പിള്ളേർപ്പുറം കളിയാ ഇത് മണിയേട്ടൻ കല്യാണം കഴിച്ചിട്ടില്ല ഞാൻ ഈ കൂട്ടത്തില് ലോഹ്യം പറയുന്നതിന്റെ കൂട്ടത്തില് അതും കൂടി അങ്ങ് ഞാൻ ഇതാക്കുന്നുണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്ന് വീഡിയോയിൽ. ഇന്ന് വേറെ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ച്. ഒറ്റയ്ക്ക് വിടൂലല്ലേ? അങ്ങനെ തന്നെ ഒറ്റയ്ക്ക് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുത്തിനൊന്ന് ഒച്ചപ്പാടാക്കുന്നുണ്ട്. അങ്ങനെ വിടൂല എന്ന് പറയാടാ ഒറ്റക്ക്. അത് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ സായാപ്പനെ ഒറ്റക്ക് വിടാനാ അല്ലടാ. ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോൻ്റെ അകത്ത് ഇവള് രേഷ്മയിലായിട്ട് കുറേ ആൾക്കാർ ചോദിച്ചു രേഷ്മ എടുത്ത് രേഷ്മനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രേഷ്മ ഓളെ വീട്ടിലാണ് വേറെ ഓള് നമുക്ക് സുഖമില്ലായിട്ട് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അപ്പം അങ്ങനെ ഓള് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുള്ളത്. ഒരു 3-4 ദിവസമായിട്ട് അവിടെയാണ് ഉള്ളത്. എന്നാ നീ നോക്കുന്നത്? അപ്പോൾ അങ്ങനെ കാര്യങ്ങളില്ല. അപ്പോൾ ഓള് 2 ദിവസത്തെ കഴിഞ്ഞിട്ടാകുമ്പോൾ വീഡിയോയിൽ നമുക്ക് കൊണ്ടുവരാം. ഓളോട് ഇങ്ങോട്ട് വരുമോയെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓള് പറഞ്ഞിട്ടുണ്ട് ഞാൻ പരമാവധി ശ്രമിക്കാം നോക്കാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളും കൂടി 2 കമൻറ്റിലൊന്ന് അയ്യോ രേഷു പോവല്ലേ വാ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ ഓളത് കണ്ട് അങ്ങനെ നമുക്ക് നോക്കാം. ഓൾ എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കാം. വീടിൻ്റെ അകലെല്ലാം നോക്കിയാട്ടെ, എല്ലാം ഭാര്യ വലിച്ചിട്ടിട്ട്. ഞാനങ്ങ് പോയിട്ട് വരുമ്പോൾ എല്ലാം കംപ്ലീറ്റ് വൃത്തിയാക്കി വെച്ചോളാം കേട്ടാ. ശരി സാർ. ഇന്ന് അടുക്കളയിൽ നല്ല വെളിച്ചോ സംഭവം. ഇത് അത് ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റായി, ഈടെ ലൈറ്റായി. നിങ്ങൾ ഇതുവരെ കാണാത്ത അടുക്കളയിലുള്ള പുതിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതാ കണ്ടോളൂ. എൻ്റെ അമ്മയെ എൻ്റെ ബെഡ്റൂമിലില്ല ഇങ്ങനെ. ഇവനിത് അടുക്കള വരെ ഹൈടെക് ആക്കി മാറ്റിയിട്ടുണ്ട്. വാങ്ങിയ സാധനം ബാക്കിയായത് അപ്പോൾ പിന്നെ ഈടിയാങ്കിൽ ഇടാൻ പറ്റി ഇവിടെ കൊണ്ട് വിറ്റ് ചെയ്ത് ചേട്ടാ. എന്നമനെ ഓനെ ഒരു സെക്കൻഡ് അച്ഛൻ്റെ അടുത്ത് മാറിക്കാൻ പറ്റുന്നില്ല. ചേച്ചി എന്താണ് ചെയ്യാ? ഞാനൊരു സെക്കൻഡ് മാറി നിൽക്കുമ്പോഴത്തേക്ക് അപ്പം പോകുന്നുണ്ടെങ്കിൽ പോന്നാ പറയും. എടാ പച്ചയായ സത്യവുമായി അവളുടെ അവന്റെ അമ്മ അവനെ വെച്ചിട്ടാ നീ ഇപ്പൊ ഞാൻ കൈ നീട്ടുമ്പോൾ ഓൻ എത്ര വിശപ്പുണ്ടെങ്കിലും അതാണ് അവന്റെ ഏറ്റവും വലിയ ഞാൻ കണ്ട പ്രത്യേകത. ഓൻ എത്ര വിശപ്പുണ്ടെങ്കിലും അവൻ അച്ഛന്റെ സ്നേഹത്തിന് മുമ്പിൽ അവൻ ആ വിശപ്പ് ഞാൻ ഫുൾ നീട്ടേണ്ടി വരില്ല. ഞാനിങ്ങനെ ജസ്റ്റ് അങ്ങോട്ട് നോക്കി കൈയാക്കുമ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു വരും. കാല് മുട്ടായി പേര് സൂപ്പറാടാ. വേണ്ട 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 ഇല്ല 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 ഇല്ല. ഓ ആണ് തള്ളി വിടുന്ന തള്ളി വിട്ടോ. അതോനെ നല്ല വിശപ്പുള്ളതുകൊണ്ടാണ് ഒരുവിധം എന്നിട്ട് വാങ്ങണ്ടില്ല. ധൈര്യത്തിൽ പോയി വിശമാറ്റിട്ട് അപ്പം പോയിട്ട് കേട്ടാ. അപ്പം എന്തെങ്കിലും പറഞ്ഞു വന്നേ? കാര്യമായിട്ടൊന്നുമില്ല. ഒരു വണ്ടിയിൽ സാധനം കൊണ്ട് അങ്ങനെ പുറപ്പെട്ടിട്ടുണ്ട്. ആ സാധനം ഇങ്ങ് എത്തിയില്ല. അത് ഒന്നിക്ക് വൈകുന്നേരമാവും, കുറച്ച് ദൂരം നിന്ന് കയറ്റുകയാണ്. ഒന്നിക്ക് വൈകുന്നേരമാവും, അല്ലെങ്കിൽ നാളെ രാവിലെ എത്തും. അപ്പം കൃത്യമായിട്ട് നിങ്ങൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. എന്നാ സാധനം എല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. പോരെ ഞെട്ടിയാ പോരെ, ഞെട്ടിത്തരിക്കും. സായിജ് അങ്ങനെ കഴിഞ്ഞ് ഇത് അടുത്ത ദിവസം കേട്ടോ. സായിജ് ഞാൻ മനസ്സിലായി അവൻ്റെ വീട്ടിലേക്ക് പോയി, രേഷ്മൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം ഞാൻ ചെറിയ 1-2 സാധനങ്ങൾ വരാനുണ്ട് പറഞ്ഞിട്ടില്ലേ, അതിപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ വൃത്തിയാക്കലും പരിപാടിയും കുറേ എല്ലാം റൂമ് കുറേ എല്ലാം അടുക്കി പൊറുക്കി വെച്ചിട്ടുണ്ട്. എത്രയോ വേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എടുത്തെടുത്ത് മൂലക്ക് വെക്കുന്ന കുറേ സാധനങ്ങൾ ഉണ്ടാവില്ലേ, അത് വെച്ചും താഴെ ഇറക്കി. അപ്പം അതിൽ വീട്ടിൽ കൂടിയ സമയത്ത് കണ്ട സാധനങ്ങളെല്ലാം ഞാൻ ഇന്നലെയാണ് കണ്ടത്. എടുത്ത് മാറ്റി വെക്കുന്ന സമയത്ത് അത്രയും സാധനങ്ങളുണ്ടായിന്. അതെല്ലാം ഒന്ന് കുറച്ചെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനിയും ഉണ്ട് ഇഷ്ടം പോലെ ഒതുക്കാനും ആക്കാനും എല്ലാം ആയിട്ട്. 1 അല്ല 2 അല്ല 3 അല്ല 3 ഫ്ലാസ്ക് വാങ്ങി ചോദിച്ചു. ഇതെന്തിനാ മോളെ? ഇതെൻ്റെത്.
ഫുള്ള് തിരക്കിലാണ്. ആടിയും വെക്കേണ്ട തിരിയാതെ അങ്ങനെ രാവിലെ തൊട്ടിട്ട് എവിടെ വെക്കണം എന്ന് തിരിയാതെ കഷ്ടപ്പെടുകയാണ്. ഞാൻ പരമാവധി ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാൻ ഈ കൂടാവ് പ്രശ്നമില്ല, നമുക്ക് ഒന്നിച്ച് നമുക്ക് മുന്നേറാമെന്നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ശരിയാകുന്നില്ല. നമ്മളെ ഒരു തിരക്കൻ തന്നെ, വീണ്ടും തിരക്ക്. തലയിലെന്ന വെണ്ണീരോ ഫുള്ള് കൊല നടക്കുന്നു. മൊത്തത്തിൽ ഇതാ ഇവിടെയുള്ള ഇനിയും പെയിന്റ് അടിക്കാനും പരിപാടിയും ബാക്കിയുണ്ട്. ഇവിടെ ഒരു ടോപ്പ് കോമഡി ഉണ്ട് ഇതിൻ്റെ മുകളിൽ. ഞാൻ സാരിയൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു. ഇതെല്ലാം പൊളിക്കാനെല്ലാം ഉണ്ട് കേട്ടോ. ഈ സംഭവം എല്ലാം പൊളിച്ച് കളയാനുണ്ട്. എല്ലാം പെയിന്റെല്ലാം അടിച്ച് കംപ്ലീറ്റ് ആയതിനു ശേഷം ചെയ്യാൻ വെച്ചിട്ട്. ഇന്നലെ സായിജ് പറഞ്ഞതല്ലേ, സത്യം പറഞ്ഞാൽ ഒന്ന് മേടിച്ചത് അധികമായിപ്പോയി. അധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തൂക്കിയ പോരല്ല. ഇത് പിന്നെ വെറുതെ വക്കടല വെച്ചിട്ട് കൊണ്ടുപോയി അടുക്കളയിൽ കൊണ്ട് തൂക്കിയത്. പിന്നെ അപ്പോൾ സാധനങ്ങളും കൊണ്ട് അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാ സാധനം നല്ലുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വീട്ടിലെല്ലാം പുറത്തെ അവസ്ഥ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെല്ലാം പൊടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്തില്ല. ഇനി ഇതെല്ലാം ചെയ്യണം. എല്ലാം മൂലക്ക് ഇട്ട് വെച്ചെടുത്താണുള്ളത്. ഉള്ളിത് കാണല്ലേ, എല്ലാം ആടിയായിട്ട് വലിച്ചു വാരി ഇട്ടെടുത്താണുള്ളത്. തെച്ചും വൃത്തിയാക്കാനുണ്ട് കുറേ. ഇതെല്ലാം ഇനി വാരി ഔട്ട് ചെയ്യാനുണ്ട്. പണി തീരുമ്പോഴത്തേക്ക് എൻ്റെ ലീവ് തീരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ബാക്കിൽ കണ്ട നമ്മളെ ഹിന്ദിക്കാരൻ ചേട്ടൻ വന്നിട്ട് മൊത്തം വൃത്തിയാക്കുന്നുണ്ട്. അമ്മൻ ഒരു രക്ഷയില്ല, ഒറ്റക്കൊന്നും നടക്കുന്നവരുണ്ടല്ലോ. പിന്നെ ഒന്നാമതെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, എനിക്കങ്ങനെ കൂടുതലായിട്ട് വേർപ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ട് അതൊന്നല്ല, എനിക്കൊന്നാമത് ഫ്രീ ഇല്ല. കാരണം കൈമിൽ ക്യാമറയുള്ളതുകൊണ്ട് വേറെ രക്ഷയില്ല. ഞാൻ ഇത്രയെല്ലാം ചെയ്തു കേട്ടോ. അകത്തുള്ള മാക്സിമം ഞാൻ ഇന്നലെ രാത്രി കൊണ്ട് ക്ലീനാക്കി. ഈ പുറത്തുനിന്ന് ഒറ്റക്കൊന്നും നടക്കൂല, കൂട്ടിയാൽ കൂടില്ല. സായിജ് പിന്നെ ഫുൾ തിരക്കായി കിട്ടും, ഒരു രക്ഷയില്ല. ഒന്ന് കണ്ടു കിട്ടാൻ പോലും ഇല്ല ഇപ്പോൾ. എന്നിട്ട് ഇന്നലെ തന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടൊന്ന് വീഡിയോയിൽ വന്നത്. അപ്പോൾ ഓൻ വന്നിട്ടാകുമ്പോൾ വേണം, ഓനും കൂടി ഉണ്ടെങ്കിൽ കുറേയെല്ലാം ഒപ്പരം ചെയ്യായിരുന്നു. അപ്പോൾ ഓനും കുറച്ച് തിരക്കിലെല്ലായിട്ട് അതുകൊണ്ട് ഒറ്റക്ക് നടക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ ആളെയാക്കി. രക്ഷയില്ല. ഇതെല്ലാം കാണുന്നില്ല നിങ്ങൾ വീഡിയോയിലെ അവസ്ഥ. നിങ്ങൾ ഇതെല്ലാം ഇനി ക്ലീൻ ആക്കണം അത്രേ. ഇതിൽ കുറേ ആവശ്യമുള്ളതുണ്ട്, ആവശ്യമില്ലാത്തതുണ്ട്. അതെല്ലാം ഇനി വേർതിരിച്ച് വെക്കണം. അതെൻ്റെ പണി കേട്ടോ. ആവശ്യമില്ലാത്തതും വേർതിരിക്കൽ. അപ്പോൾ ഇവൻ പറഞ്ഞു നീ തൊടുന്നത് എല്ലാം ആവശ്യമില്ലാത്തിരിക്കുമെന്ന് ആ ഡയലോഗ് വേണ്ട. ഇതെല്ലാം കണ്ട, ഇതെല്ലാം അൻവിക്ക് ആദ്യം കുറച്ച് കാലം തന്നെ. പക്ഷേ ഇതിൻ്റെ ബാറ്ററി പോയതുകൊണ്ട് മൂലക്കെട്ടതാ കേട്ടോ. ബാറ്ററി പോയി, പിന്നെ അത് മൂലക്കെട്ട്, അതും പോയിട്ടൊന്നുമില്ല. അതിനൊന്ന് മിനിക്ക് എടുത്തു കഴിഞ്ഞാൽ സാധനം ഓക്കെ ആകും. ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇതെല്ലാം ഒന്ന് തുടച്ച് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ സൈക്കിൾ കാണുന്നില്ലേ, എല്ലാം ഇവിടെ ഇങ്ങനെ വെച്ചെടുത്താനുള്ള പണി തുടങ്ങിയാൽ ഒന്നും തൊട്ട് നോക്കിയില്ല. ഇനി ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കണം. പണി ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൊത്തത്തിൽ കുറേ നേരമായിട്ട് ഞാൻ കാത്തു നിൽക്കുന്ന സാധനം ഏകദേശം എത്തി വീട്ടിൽ വന്നുകൊണ്ടിരിക്കലാണ്. ഇങ്ങനെ നമ്മളെ വീട്ടിലേക്കുള്ള സാധനവുമായി വണ്ടി മന്ദം വരികയാണ്. ഇങ്ങോട്ടേക്ക് എത്തി. ഏട്ടാ നമസ്കാരം. ആളെ പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടി വരില്ല. സ്വന്തമായി യൂട്യൂബ് ചാനലും എല്ലാം ഉള്ള ആൾ തന്നെയാണ്. നമ്മളെ മണിയേട്ടൻ വരുന്നുണ്ട്. ഏട്ടനൊന്നും വിളിക്കല്ലേ നമ്മൾ, നിങ്ങൾ വേറെ ഇങ്ങനെ സാധനം വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളെ കൊണ്ടുതന്ന മുതലാളി എവിടുന്ന വരുന്നതെന്നുള്ള ഡീറ്റെയിൽ എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്കെല്ലാം സാധനങ്ങളൊന്ന് കാണാം. ആദ്യം ഇവർ കുറച്ച് ദൂരത്തുനിന്ന് വരുന്നതാണ്. കയറി വീട്ടിലേക്ക് കയറി, ആദ്യം ഇങ്ങോട്ടോ. വാ. ഇനിയിപ്പോൾ ഇതിനകത്ത് താമസം മാത്രമേ തുടങ്ങുള്ളൂ. ഏത് താമസം തുടങ്ങുന്നുണ്ടെന്നെല്ലാം പറഞ്ഞിട്ടേക്കും വേറെ എടുത്ത് പുതിയ വീട്ടിലാണ്. അല്ലോ കയറുന്നില്ല കേട്ടാ. അഥവാ ഈ കാലാവസ്ഥ മഴയിലായതുകൊണ്ട് ഫോട്ടോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നേരിട്ട് കണ്ടിട്ട് പോയി എടുക്കുന്നതല്ലോ, അതുകൊണ്ട് കാണാൻ പറ്റും. പക്ഷെ നേരിട്ട് കണ്ടിട്ട് എടുക്കുന്ന അതേ ഫീലിൽ ഇവർ തരൂ. നമ്മളെ അണിയേട്ടൻ അത്രയും സെറ്റപ്പിലാണ് സാധനങ്ങളെല്ലാം എത്തിച്ചു തരും നമുക്ക്. അതുകൊണ്ട് ആ കാര്യത്തിൽ ടെൻഷനില്ല. പിന്നെ ഞാൻ മെയിനായിട്ടുണ്ടല്ലോ ഇൻസ്റ്റയിലും ഇതിലും കണ്ടിട്ട് ഞാൻ ഈ വീട്ടിലെ ഒരു മുക്കാഭാഗം സാധനം വാങ്ങിയത്. വീഡിയോസ് കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് തന്നെ ആയതുകൊണ്ട് കൂടുതലും ഞാൻ അങ്ങനെ നോക്കിയിട്ട്. ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു സാധനം കണ്ട, ഇത് ബാക്കിൽ വിരിക്കാനുള്ള മേറ്റ് ഞാൻ ഇതേപോലെ ഇൻസ്റ്റയിലൊരു വീഡിയോ കണ്ട് ഒരു ടീമിൻ്റെ അടുത്ത് ഞാൻ വാങ്ങിയതാണ്. ഓൺലൈനായിട്ട് തന്നെ ഞാൻ അവരുടെ അടുത്ത് നിന്ന് മേടിച്ചതാണ്. നാട്ടിലൊന്നും കിട്ടാത്ത, സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടിൽ 2-3 ഷോപ്പിൽ അന്വേഷിച്ച് നോക്കി ആ മേറ്റിൻ്റെ റേറ്റ്. അതിൻ്റെ നേരെ പകുതി പൈസ എനിക്ക് ആ സാധനം കിട്ടി. അതായത് വീഡിയോസിൽ ഇതേപോലെ പരസ്യം കണ്ടിട്ട് അങ്ങനെ നോക്കിയിട്ട് ഞാൻ മേടിച്ച സാധനം അത്. അപ്പോൾ അതുപോലെ ഈ വീട്ടിൽ എനിക്കൊന്ന് ഏകദേശം മുക്കാഭാഗം സാധനങ്ങളും വീഡിയോ കണ്ടിട്ട് ഞാൻ ഇവിടെ ഓൺലൈനായിട്ട് എത്തിച്ച സാധനങ്ങളാണ്. അപ്പോൾ ഈ മണിയായിട്ടിന് ഞാൻ ഇതേപോലെ വീഡിയോ കണ്ട് അങ്ങനെയാണ് ഇവരുമായിട്ടുള്ള പരിചയം.
നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കിടിലം മണി എന്നാണ് ഇവരുടെ ചാനലിൻ്റെ പേര്. ആ കിടിലം മണിച്ചേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആടെയുള്ള സാധനങ്ങളെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞു തരും. അതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ഇവരുടെ ചാനലിൻ്റെ പേരാണ് കിടിലം മണി എന്നുള്ള യൂട്യൂബ് ചാനലുണ്ട്. അതിൽ 2000 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെ 2000 വീഡിയോ ഉള്ളത്. ഞാൻ 2000 വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ അത്യാവശ്യം ഈ സാധനങ്ങളും വീടിൻ്റെ പണിയും തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോസ് കാണുന്നുണ്ട്. ആ സാധനങ്ങൾ സെലക്ട് ചെയ്ത് ഇങ്ങനെ ഇവരെ കുറേ പ്രാവശ്യം കോൺടാക്ട് ചെയ്തു. പിന്നെ ബിജുവാട്ടൻ്റെ ഒരു വീഡിയോനകത്തും ഇവർ വന്നിട്ടുണ്ട്. ബിജുവാട്ടൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിച്ചത്. അനക്കകത്ത് ഞാൻ എൻ്റെ ബിജുവാട്ടനോട് വിളിച്ച് ചോദിക്കുകയും ചെയ്തു. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ചോദിച്ചു. അപ്പം അതിന് ശേഷമാണ് ഞാൻ ഇവരെ വിളിച്ചതും ഞാൻ ഈ സാധനം എനിക്കും വേണമെന്നെല്ലാം പറഞ്ഞതും വിളിച്ചതും ഇപ്പം ഇന്ന് വീട്ടിലെത്തിയതും എല്ലാം. അപ്പോൾ സാധനങ്ങളെല്ലാം എല്ലാം ഞാൻ കാണിച്ചു തരാം. കൂട്ടത്തില് വേറൊരു ടീമിന്റെ ഐറ്റം കൂടി ഉണ്ട് കേട്ടോ. ഇറക്കാൻ പറ്റുന്നതിൽ കാണാൻ പറ്റും. ഇതിൻ്റെ ഒപ്പരം അല്ലേ? ആ ഞാനും നിങ്ങളാരും കണ്ടിട്ട് ഞെട്ടിപ്പോണ്ട. ഇത്രക്കാര്യം സാധനം ഇവൻ്റെ വീട്ടിൽ കൊള്ളുമെന്ന് വിചാരിക്കണ്ട. ഇത് മൊത്തം എൻ്റെതല്ല. ഇവർ ഇതേപോലെ കുറച്ച് സാധനങ്ങൾ ഇവർ മൊത്തത്തിൽ ഓൾ കേരള ഡെലിവറി ഇല്ലേ നിങ്ങളത്? നമ്മൾ കേരളം കഴിഞ്ഞ പുറത്ത് നമ്മുടെ ചാനലിലല്ലേ, ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ മിഞ്ഞാന്ന് കൊണ്ടുപോയതിൻ്റെ റിവ്യൂ ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടുണ്ട്. ബാംഗ്ലൂർ, ചെന്നൈ ഒക്കെ ഓ അപ്പോൾ നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവും കറക്റ്റ് പ്രോപ്പർ ഷോപ്പിന്റെ സ്ഥലം എന്ന് പറഞ്ഞിടത്തെ? ഷോപ്പ് വരുന്നത് ഷൊർണൂരാണ്. ഷൊർണൂര് നമ്മുടെ ഷോപ്പ് റെയിൽവേ സ്റ്റേഷൻ 1 കിലോമീറ്റർ. പൊതുവാൾ ജംഗ്ഷനിൽ മയിൽവാണും കമ്മ്യൂണിറ്ററിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. നമുക്ക് 2 ഷോപ്പ് ഉണ്ട്. ഒന്ന് ഷൊർണൂരും ഉണ്ട്, പിന്നെ അവിടെ നിന്ന് തന്നെ 4.5 കിലോമീറ്റർ മാറി കഴിഞ്ഞാൽ ചെറുതുരുത്തി വെട്ടിക്കാട്ടിൽ 2 ഷോപ്പാണല്ലേ. നമ്മുടെ വർക്ക്ഷോപ്പ് നിലമ്പൂരാണ്. നമുക്കിങ്ങനെ കുറച്ച് കൊടുക്കാൻ പറ്റുന്ന എന്താ വെച്ചാൽ നമുക്ക് ഫാക്ടറി ഉണ്ട്. ഇടനിലക്കാരില്ലാതെ നമ്മുടെ ഫാക്ടറിയിൽ തന്നെ ചെയ്ത് നമ്മുടെ മില്ലും ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഇടനിലക്കാരില്ലാതെ ഹോൾസെയിൽ പ്രൈസിൽ തന്നെ കസ്റ്റമർക്ക് കൊടുക്കണം. ഓക്കെ, നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്. ഞാനിപ്പം ഷൊർണൂരിൽ നിന്ന് സാധനം വാങ്ങിയത് ഇപ്പം കണ്ണൂരേക്കാണ്. ഇതിൻ്റെ അകത്തേക്ക് എൻ്റെ മാത്രമല്ല ഉള്ളത്. ഇത് കണ്ണൂരിൽ തന്നെ ഡെലിവറി ഇഷ്ടംപോലെ ഇനിയും ഉണ്ടായില്ല. പയ്യന്നൂര് അങ്ങോട്ടേക്ക് ഞാൻ എനിക്ക് ചോദിക്കുകയും ചെയ്ത്. അപ്പോൾ വണ്ടീൻ്റെ എല്ലാം ചാർജ് വെച്ചിട്ട് ഞാൻ നോക്കി. ഈ വണ്ടി ഇവിടം വരെ കൊണ്ടുത്തരുന്നതിന് ചെറിയൊരു ചാർജ് ഉണ്ട്. അപ്പോൾ ആ ചാർജും ആ ഒരു സാധനത്തിന്റെ ചാർജും എല്ലാം കൂടി കൂട്ടിയാലും നമുക്ക് ലാഭത്തിൽ മേടിക്കാൻ പറ്റും. ഏകദേശം ഷോപ്പിൽ വരാൻ പറ്റിയെന്ന് വരില്ല. അതെ. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ ചാനലിലുള്ള മോഡൽ സ്ക്രീൻഷോട്ട് ഇട്ട് നമുക്ക് അയച്ചു കഴിഞ്ഞാൽ അതേ ക്വാളിറ്റിന് എത്തുക. അതേ കണ്ട് അതിന്റെ ഫീലിംഗ് അറിയുന്നവർക്ക് നമ്മുടെ ഷോപ്പിലേക്ക് വന്നിട്ട് കണ്ട് ഓർഡർ ചെയ്യാം. പിന്നെ നമുക്ക് ഓഫർ ഇട്ട സാധനങ്ങൾ ഏതെങ്കിലും തീർന്നു പോയിട്ടുണ്ടെങ്കിൽ 3 ആഴ്ച വരെ നമ്മൾ സമയം ചോദിക്കുന്നുണ്ട്. അല്ലാതെ കഴിഞ്ഞു പോയി എന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനത്തെ സംഭവം, അങ്ങനത്തെ പ്രശ്നമേ പേടിക്കണ്ട. ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും. പിന്നെ എക്സ്ചേഞ്ച് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. കാരണം എക്സ്ചേഞ്ച് പറഞ്ഞ വില കൂട്ടിയിട്ട് കുറയ്ക്കില്ല. ഫാക്ടറി വിലക്ക് എല്ലാം കൊടുക്കുന്ന കാര്യമുണ്ട്. നമുക്ക് എല്ലാം പാവപ്പെട്ടവനായാലും പണക്കാരനായാലും ഒറ്റ പ്രൈസാണ്. എല്ലാ പ്രൈസും യൂട്യൂബിലുണ്ട്. അത് നോക്കിയിട്ട് എടുക്കാം. ഓക്കെ ഡൺ. നമുക്ക് ഏതായാലും സാധനം എനക്കും ഇങ്ങനെ ഇതാ ആടുന്ന് ഇപ്പോൾ രണ്ടാൾ ഇങ്ങനെ ഈ വീഡിയോയിൽ കണ്ടിട്ടുള്ള സാധനം അറിയും. സെലക്ട് ചെയ്യുന്ന സമയത്ത് വീഡിയോയിൽ മൊത്തം അൽക്കുലത്താന്നേ. അപ്പോൾ ഏതാ സാധനം നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കലാണ്. പക്ഷേ ഇതുപോലെ കാണിച്ചുതരാം. അത് വേഗം തുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത്. ബാക്കി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഈ സാധനം ഞാൻ ആദ്യം കാണിച്ചു തരാം. ഞാൻ എന്തെല്ലാം വാങ്ങിയെന്നില്ല. അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ നിങ്ങളെപ്പോലെ തന്നെ ഇപ്പോൾ ഫസ്റ്റായിട്ടാണ് ഇവരുടെ അടുത്ത് സാധനം വാങ്ങുന്നത്. അപ്പം എങ്ങനെയുണ്ട് സാധനം, ഞാൻ ഫോട്ടോയിലും വീഡിയോയിലും കണ്ട പോലെ തന്നെ അതേ ക്വാളിറ്റി ആണോ എന്നുള്ളത് ഞാൻ നേരിട്ടിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം ഞാനും കണ്ടില്ല. നിങ്ങളെ മുമ്പ് തന്നെ ഞാനിത് ഓപ്പൺ ആക്കാൻ പോകുന്നത്. അതിന് ശേഷം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. നമുക്കും ഈ വീഡിയോ കണ്ടിട്ടുള്ള ഈ ഒരു സംഭവം മാത്രമേ ഇപ്പം നിലവിൽ. ഓ, ഈ ഒരു പിക്കപ്പിൽ ഇത്രയും സാധനങ്ങൾ നിറച്ചാ. എൻ്റെ മെയിൻ സാധനം ഇതാണ് കേട്ടാ. ഇതൊരു കിട്ടുന്ന സാധനമാണ്. ഇത് കണ്ടിട്ടാണ് മെയിനായിട്ട് ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ കാരണം. അത് ഞാൻ നിങ്ങൾക്ക് തുറന്നതിന് ശേഷം കാണിച്ചു തരാം. ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം ഇത്. അതാ പറഞ്ഞത്. ആ വീഡിയോ കണ്ടതിന് ശേഷം ഇതൊന്ന് മെയിനായിട്ട് നമുക്ക് വേണമെന്ന് പറഞ്ഞൊരു സാധനം. അപ്പോൾ അതിനെ മഴ പെയ്യാണ്ടെന്നാലും ഭാഗ്യം. അതാ എച്ചൂട്ടൻ ഇങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എച്ചൂട്ടനെ ഒരു കസേര വെച്ചെന്നാലോ? ഒരു കസേര വെച്ചാലോ? എന്നാ ചിരി വരാത്ത ചിരിയെ വരാടെന്നാ ഓനെ എന്നാന്നറിയില്ല. അവൻ അച്ഛന് ഉറങ്ങി എണീച്ചോടാ നല്ലടാ ചേട്ടാ അല്ലേ? അൻവി എനിക്കെന്നാ വേണ്ട അതിൻ്റെ അകത്ത്? ഞാൻ പറഞ്ഞോ ഇപ്പൊ എന്ത് പറഞ്ഞാലും തരൂ. ഞാൻ പറഞ്ഞോ എന്നാ വേണ്ട പറ. സംഗീതം ഇരിക്കേണ്ട പ്രായമില്ല. അച്ഛനുണ്ട് ഇവിടെ ഇരിക്കാൻ. അച്ഛനുണ്ട് ഇവിടെ ഇരിക്കായത്. ഇവിടെ നമുക്ക് മൊബൈലോ അല്ലെങ്കിൽ വെള്ളമൊക്കെ പിന്നെ ഇത് 3 ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കണ്ട നിങ്ങള്? നമുക്ക് ഗ്ലാസ് വെള്ളം എല്ലാം വെക്കാൻ വേണ്ടിട്ട് അടിപൊളി സെറ്റപ്പ്. ഇത് നമുക്ക് ഓഫർ ഇട്ടിട്ടുണ്ട്. ശരിക്കും 17,500 ഷോപ്പിൽ കൊടുക്കുന്നത്. നമ്മളെ യൂട്യൂബ് ഫോളോവേഴ്സ് സ്പെഷ്യൽ 11,990 തേക്കിന്റെ കേട്ടോ.
അത് നിങ്ങൾ പറഞ്ഞത് പ്രത്യേകമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ എല്ലാവരും കാണുന്നവര്. ഇത് ഗ്യാരണ്ടി ആണ്. 20 രൂപയ്ക്ക് മുകളിലെ മാർക്കറ്റിൽ കിട്ടുക തേക്കിന്റെ. 3 ബെൽറ്റ് ആണ്. 2 ബെൽറ്റ് ഉള്ളതും പിന്നെ ഇതിന്റെ കുറഞ്ഞത് നമ്മുടെ ഷോപ്പിലുണ്ട് 7,900 തൊട്ടിട്ടുണ്ട്. അതിന് ഈ പേപ്പർ ഹോൾഡും ഈ കപ്പൊക്കെ വെക്കാനുള്ള ഉണ്ടാവില്ല. വെറും 2 ബെൽറ്റ് ഉണ്ട്. എത്ര ബെൽറ്റ്? അത് 3 ബെൽറ്റ് ഞാൻ അതിന്റെ അകത്തും 3 ബെൽറ്റ് 900 ഉണ്ട്. പിന്നെ 2 ബെൽറ്റ് 7,990 ഉണ്ട്. ഓ, ഇത് ഏറ്റവും പ്രീമിയം ആണ്. കിടക്കട്ടെ, നമുക്ക് 3 ബെൽറ്റും ഗ്ലാസും എല്ലാം ഉള്ളത് തന്നെ കിടക്കട്ടെ. അതെ, അതാ പറഞ്ഞത്. നിങ്ങൾക്കിപ്പം ഈ വീഡിയോന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്, നിങ്ങൾക്ക് ഈ സാധനത്തിനൊന്നും ഏട്ടാ റേറ്റ് പറ ഏട്ടാ അത് പറ അങ്ങനെ ഒരു അത് ഇവരുടെ വീഡിയോന്റെ അകത്തും ഓറഞ്ചിൽ എല്ലാവരുടെയും റേറ്റ് പറയുന്നുണ്ട് കേട്ടോ. അതും ഈ പറഞ്ഞ പോലെ കുറേ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യും, അല്ലെങ്കിൽ ലിങ്ക് കയറി, അല്ലെങ്കിൽ ആ പരിപാടിയില്ല. നിങ്ങൾക്ക് പൈസ കേട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ അത് എല്ലാവരുടെയും പറയുന്നുണ്ട്. അത് ഇവരെ വീഡിയോ തിരുമണി എന്ന് പറഞ്ഞ ചാനലിൽ നിങ്ങളൊന്ന് കയറി നോക്കിയാൽ മനസ്സിലാവും. ഇൻസ്റ്റയിലും ഇല്ലേ, നിങ്ങൾ ഇൻസ്റ്റയിലും ഉണ്ട് കേട്ടോ. അല്ലെങ്കിലും പേരാ തന്നെയാണ്. അതുകൊണ്ട് ആ ഷോപ്പിലുള്ള ഒരു ഒട്ടുമിക്ക സാധനങ്ങളെല്ലാം അവരുടെ വീഡിയോയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കയറിയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് ഇതിപ്പോൾ ഞാൻ വീട്ടിലേക്ക് വാങ്ങുന്ന കൂട്ടത്തിൽ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് ഇവരുടെ അടുത്ത് സാധനം വാങ്ങണം എന്നുള്ളവർ ആ ചാനലിലൊന്ന് കയറി കഴിഞ്ഞാൽ എന്ത് സാധനം വേണോ അതിൻ്റെ എല്ലാം വീഡിയോ ഇല്ലാത്തുണ്ട്. ഇത് ഞാൻ വാങ്ങിയ 2-3 സാധനങ്ങൾ മാത്രം, ആ വാങ്ങിയ ഒരു സന്തോഷത്തിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. കാരണം ഞാനും ഇതേപോലെ വീഡിയോ കണ്ടിട്ട് തന്നെ ഇവരുടെ അടുത്ത് വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാലോ, എനിക്ക് പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും ഇല്ല. ഞാൻ ഇതേപോലെ ചപ്പും പുല്ലും ഞാമല്ലോ, വല്ലപ്പോഴും ആകെ വീഡിയോ ഇടാൻ കിട്ടും. അപ്പോൾ പിന്നെ സാധനം വാങ്ങുന്നതിൽ ഇട്ടിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നു. അപ്പോൾ ഏതായാലും ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എങ്ങനെയാണോ ഇതെങ്കിൽ, കാരണം ഇത് ഞാൻ ഇതേപോലെ കണ്ടൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കി ഞാൻ വാങ്ങിയ സാധനങ്ങളും നിങ്ങൾക്ക് ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. കാരണം അതുകൊണ്ട് തന്നെ ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ എടുക്കാൻ കാരണം എന്നെപ്പോലെ തന്നെ ഇതേപോലെ വീടിൻ്റെ എല്ലാം പരിപാടി നോക്കുന്നവർക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരാളായിരിക്കും. അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ചോ, നമ്പറും കാര്യങ്ങളും ഞാൻ കൊടുക്കും. എന്തായാലും ഇന്റീരിയലും തേക്കിന്റെ എന്റെ ചാനലിലുണ്ട്. വുഡിന്റെ ഇന്റീരിയൽ തേക്കിന്റെ കേട്ടോ, തേക്കിന്റെയും പിന്നെ മറ്റേ എല്ലാ ഇന്റീരിയലും നമ്മൾ ചെയ്യുന്നുണ്ട്. മൊത്തത്തിലുള്ള ഫോറസ്റ്റ് വുഡാണ്. ഫോറസ്റ്റ് വുഡ് ആകുമ്പോൾ ഈ ടെക്നോക്കണോ പറഞ്ഞിട്ടുള്ള ഒരു രാസസംയുക്തമുണ്ട്, അതിന്റെ അളവ് കൂടുതലായിരിക്കും. അപ്പൊ ഈ ഉറക്കുത്ത ഈ പൊടി വീഴാനത്തെ ഇഷ്യൂസ് വരില്ല. കാരണം ഡിപ്പോത്തേക്ക് നമ്മള് പ്രീമിയം ഷോപ്പുകളിലെ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങുന്നതാണ്. നമ്മുടെ അടുത്ത് അതിന്റെ പകുതിയിലും താഴെ കൊടുത്താൽ നമുക്ക് കിട്ടും. ഫോറസ്റ്റ് തേക്ക് കിട്ടും. ഫോറസ്റ്റ് തേക്ക് പറഞ്ഞ ഒരു 60 വർഷമായിട്ടുള്ള മരം ഫോറസ്റ്റിന് മുറിച്ച് അരുവാക്കോട് അത് സർക്കാർ ഡിപ്പോന്ന് എടുത്ത് നമ്മുടെ മില്ലില് കയറി കസ്റ്റമർക്ക് പോളിഷ് ചെയ്യാനായിട്ട് മുമ്പ് വന്ന് കാണാനുള്ള സൗകര്യം നമുക്കുണ്ട് കേട്ടോ. ഇത് ബെഡിന്റെ സൈഡ് ബോക്സ് അല്ലേ? ലോക്കൊക്കെ ഉള്ള കേട്ടോ. ഇത് ഫോറസ്റ്റ് തേക്കാട്ടോ, ഒരേ കളർ പാറ്റേൺ ആയിരിക്കും. നിലമ്പൂര് നാടൻ തേക്കും നല്ല തന്നെയാണ്. പക്ഷെ നിലമ്പൂര് ഡിപ്പോ തേക്കാണെങ്കിൽ നമ്മുടെ റോഡ് സൈഡ്സ് കാറില്ലേ, അല്ലെ ഡാഷ്ബോർഡിൽ ഇന്റീരിയൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന വുഡ് നിലമ്പൂര് ഡിപ്പോ തേക്കാണ്. ഇതിന്റെ പേര് മദാമ ചേർ എന്നാവൂലും കേട്ടോ. ഇതെന്ന് പറയാം, ഞാൻ ഇപ്പം ഇതിൻ്റെ അകത്ത് ഇരുന്ന് നോക്കിയേ, ഇത് ഒരു നമുക്കൊരു ചാരി ഇരിക്കാൻ പാകത്തിന്, ഫുള്ളായിട്ട് ചാരിയിട്ടും അല്ല, എന്നാൽ കുറച്ചൊരു ഒരു അതെ അതെ. കാരണം മറ്റേ ഒരു ചെയറിൻ്റെ അകത്ത് നിന്ന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ നേരെ ഇരിക്കുന്നത്, സാധാരണ നമ്മൾ എല്ലാ വീട്ടിലെല്ലാം നേരെ ഇരിക്കില്ല, പ്ലാസ്റ്റിക് ചെയറിലല്ല, ആ ഒരു ഇതിൽ വരുന്ന ചെയർ, അതിൽ നിന്ന് അത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു വ്യത്യാസം ഉണ്ട്. എത്ര അതിന്റെ റേറ്റ് എത്ര വരുന്നത്? 4,990. അത് ഓഫർ റേറ്റ് ആണ്. 4,990 ഉള്ളൂ ആ ഒരു ചെയറിന് വരുന്ന റേറ്റ് കേട്ടോ. ആ, മഴയും കൂടി ചതിക്കുന്നുണ്ടോ, പണി കിട്ടുമോ എന്നൊരു സംശയമുണ്ട്. ഇത് ഇത് ഇടത്തേക്കുള്ള സാധനം കേട്ടോ. ഇത് പെട്ടെന്ന് ഇറക്കണം, ഇല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ മഴ പറയാൻ തുടങ്ങി. രണ്ടാമത് ഒരു നല്ലൊരു കാലാവസ്ഥ കിട്ടുകയായിരുന്നു, കുഴപ്പമില്ലാണ്ട്. കാരണം ഇല്ലെങ്കിൽ ഇവരുടെ സാധനം മൊത്തം നനയും. ഇനിയിപ്പോൾ ആ ഇതാ മോനെ നിന്റെ മെയിൻ സാധനം. ഇനി അതിൽ കയറി ഇരുന്നോ. ആ എനിക്കതിൽ കടന്നുറങ്ങാൻ സുഖമായിട്ട്. എങ്ങനെയുണ്ട്? ഇതാണ് ഇവളെ സെലക്ഷൻ എന്ന് പറയുന്നത്. മുകളിലിട്ടിട്ട് കാണിച്ചു കൊടുക്കാം നമുക്ക്. മുകളിലേക്കല്ല, നമ്മളിപ്പോൾ മുകളിലേക്ക് തന്നെയല്ലേ കൊണ്ടുപോകാം. ഇവൾക്ക് മഴയായതുകൊണ്ട് തിരക്ക് പിടിച്ചിട്ട് നമ്മൾ തൽക്കാലം ഇവിടെ തന്നെ ഇങ്ങനെ സൈഡിലെല്ലാം ഇറക്കി വെക്കുന്നത് കേട്ടാ. വെച്ചുട്ടാ ഇത് 2 ലെയർ ഇട്ടുണ്ട്. സാധാരണ ദീപം ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്. അത് കാരണം നമുക്ക് ഇവിടെ ഇരിക്കുമ്പോ
ഒരു സൈഡ് പൊന്തി പോകും അങ്ങനത്തെ പ്രശ്നമില്ല. സീസർ പോലെ അങ്ങനെ പൊങ്ങും. സാധാരണയുള്ള ഈ ഒറ്റ ഒന്ന് മാത്രമേ ഉണ്ടാവും. ഓ 2 ലെയർ കൊടുക്കില്ല. ആ അപ്പൊ അത്ര സ്ട്രോങ്ങില് ചെയ്തിരിക്കണേ. ഇത് നമുക്ക് ഓക്കെ ശരിക്കും ഇങ്ങനെ 220 മുകളിലാണ് തേക്കിന്റെ ഇതിന് കോസ്റ്റ് വരിക. നമുക്കത് 11,990 12 രൂപയ്ക്ക് ഓക്കെ. അത് 4,000 രൂപ തൊട്ടുള്ള ദിവാങ്കോട്ട് നമ്മുടെ ഷോപ്പിലുണ്ട്. അക്വേഷ്യൊക്കെയാണ്. ഇത് കുറച്ച് പ്രീമിയം ആണ്. അത് 4,000 പറഞ്ഞാൽ നമുക്ക് ആരെയെന്ന് എടുത്താലും ഇവിടുന്ന് എടുത്താൽ ഇങ്ങനെ ചെരിഞ്ഞു പോകും. പിന്നെ അത്രയും ക്വാളിറ്റി ഉണ്ടല്ലോ. ഇതിലിപ്പോ 3 പേര് ഇരുന്നാലും ഒന്നും ആവില്ല. കണ്ട് ബ്രേക്ക് ആവുന്നില്ല. സോഫ പോലെ ഉപയോഗിക്കാം. പിന്നെ എച്ചൂട്ടിനെ പോലത്തെ നമുക്കൊരു 20 ആക്കിയിരിക്കാം അല്ലേ ചൂട്ടാ? അല്ല മോനെ ഓ എച്ചൂട്ട ഇനി ഇതിൻ്റെ അകത്തെല്ലാം ഇരുന്ന് മൂത്രം ഒഴിച്ച് അല്ലേ എന്തെല്ലാം ചെയ്യണം ഇതിൻ്റെ അകത്തല്ലേ? ഇത് വേഗം പോയി ഇരിക്കണ്ട, ഇത് ഇവിടത്തേക്കുള്ള അല്ല. കണ്ടു നോക്കുമ്പോ ഇനി എല്ലാവരും ഇത് ആനക്കൊമ്പ് ഒറിജിനൽ അല്ല കേട്ടോ. ഇനി അപ്പാണ് എൻ്റെ അടുത്ത കാര്യം കേസും കൊണ്ടുവരരുത്. ഇത് തേക്കിന്റെ റൗണ്ടാണ്. പിന്നെ നമ്മൾ സ്ക്വയർ പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് സ്പിന്നറിൽ അടിക്കുന്നതാണ്. മറ്റേ റൂട്ടറിൽ ഇങ്ങനെ സ്ക്വയർ പോലെ ചെയ്യുന്നുണ്ട്. ഇത് കറക്റ്റ് റൗണ്ടാണ്. അത്യാവശ്യം പണി വരുമോ? ഇത് ഒരു ഷേപ്പും അങ്ങനെ തന്നെ കേട്ടോ. ഒരു ആനക്കൊമ്പ് ഷേപ്പ് പോകാതിരിക്കാൻ വേണ്ടിട്ട്. പിന്നെ ഇവിടെ ഒരു പില്ലോ ഉണ്ട് കേട്ടോ. ബാക്ക് പില്ലോ അതങ്ങനെ വെറുതെ ഇങ്ങനെ വെക്കുന്നത്. ഇതും കൂടിയിട്ട് നമ്മൾ അധികം പൈസ ഒന്നുമില്ല. അത്രയും ഫിനിഷിംഗ് ഉള്ള ഫുൾ കാതല് തേക്കിന് നമ്മൾ 39,900 നമ്മൾ കൊടുക്കും. ഈ 3 എണ്ണവും കൂടിയിട്ട്. ഇതിന്റെ ബാക്കിലും കുഷൻ വരുന്നുണ്ടാ? അതിന്റെ ബാക്കിലും കുഷൻ വരുന്നുണ്ട്. എന്നിട്ട് വേറെ ഫുള്ള് കവറാണെങ്കിൽ അത് ആകെ മാഷായി പോകും. മൊബൈൽ അടുത്ത നമ്മളെ സാധനം വന്നിട്ടുണ്ട്. കട്ടിലിന്റെ തലയെത്തി. മൊബൈൽ ടൈപ്പ്. ഇവിടെ മൊബൈലൊക്കെ വെക്കാം. അങ്ങനത്തെ ടൈപ്പ്. ഇത് ഫിറ്റ് ചെയ്താലും അറിയാൻ പറ്റില്ല. ഇത് ഫുൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഫുൾ കാതലാട്ടോ. നല്ല പ്രീമിയത്തിലാണ് ശരിക്കും. അതെ അല്ലേ? ഇത് ഇത് നമ്മൾ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട്, അതായത് നമുക്കിപ്പം ഒരു കിടക്കുന്ന സമയത്ത് ലാസ്റ്റ് തലേൻ്റെ സൈഡിൽ വെക്കുന്നതിന് പകരം ഇത് തലേൻ്റെ സൈഡിൽ തന്നെ ദൂരെ ഒന്നല്ലെങ്കിലും നമുക്ക് എന്നാലും ഒന്ന് മൊബൈൽ സാധനങ്ങൾ അവിടെ വെക്കാം. രാവിലെ എണീച്ചപാട് ഒരു കപ്പ് ചായ, യേശുവിൻ്റെ കൈ കൊണ്ട് കിട്ടുന്ന ഒരു കപ്പ് ചായ ഞാൻ കുടിച്ചിട്ട് വെക്കും. ഇത് ഓക്കെ. ഇത് വീട്ടിലേക്കില്ല കേട്ടോ. ഇത് നേരെ അകത്തേക്കോട്ടെ. ഇത് നമ്മളെ സാധനമാണ്. നമ്മളെ സാധനം ഇപ്പുറത്തേക്ക് ഒതുക്കി വെക്കുന്നുണ്ട്. ഇത് കണ്ടെങ്കിൽ ഇത്രയും സാധനം ഈ വണ്ടിയിൽ വന്നു. ഇതിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഒരു കട തുടങ്ങേണ്ട സാധനങ്ങളായി ഏകദേശം. ഇത് കുറേ സ്ഥലത്തേക്കുള്ള സാധനം എടുത്തിട്ടാട്ടോ ഇവർ വന്നിന്. ഈ ഒരു വണ്ടിയിൽ ഇത്രക്കാര്യം സാധനം കയറ്റാൻ പറ്റുമെന്ന് ഞാൻ ഇന്നാ മനസ്സിലാക്കി. നോക്കിയേ ഈ ഒരു വണ്ടിയിൽ ഒരു വീട്ടിലേക്ക് ഫുള്ളും പിന്നെ അങ്ങനെ ഒരു വീട്ടിൽ അപ്പോൾ എത്ര സാധനം. ആ വീട്ടിലേക്ക് ഇപ്പോൾ കുറേ സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ. പുതിയ അത് പുതിയതായിട്ട് താമസം തുടങ്ങുന്ന വീടായതുകൊണ്ട് എനിക്കൊന്ന് മൊത്തം ആ വീട്ടിലേക്ക് വേണ്ട എല്ലാ ഫർണിച്ചർ ഐറ്റംസ് ഇവരെടുത്താന്ന് തോന്നുന്നു വാങ്ങിയിന്. നമ്മളൊരു കട്ടിലിൻ്റെ ഒരു പലകയും കൂടി ലാസ്റ്റത്തെ ഇറക്കാനുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ മഴ വന്നിട്ട് തൽക്കാലത്തേക്ക് പൊത്തി വെച്ചിട്ടുണ്ട്. മഴ നമ്മൾ വെച്ചത് ഇനി ഒരു 2 മിനിറ്റ് റെസ്റ്റെല്ലാം എടുത്തിട്ടാകുമ്പോഴത്തേക്ക് അത് ഇറക്കാം. കാരണം സാധനത്തിന് കുറച്ചങ്ങ് അടിയിലോട്ടായി പോയത്. എടാ ചൂട്ടാ നല്ല പണി കിട്ടി കേട്ടോ. മഴ വന്ന് സാധനങ്ങൾ തേച്ച് പോർച്ചിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് വീടെല്ലാം കാണിച്ചു കൊടുക്കാൻ വെച്ചിട്ട് ഇങ്ങോട്ട് കയറിയതാണ്. നല്ലൊരു മഴയും കാര്യങ്ങളും ആയിട്ട് എല്ലാവരും വന്നാലും പറയുന്ന മെയിൻ സാധനം അത് നമ്മൾ ഈ ഒരു, കാരണം നമ്മൾ ഈ കുറച്ച് ഉള്ളിലോട്ടായതുകൊണ്ട് തന്നെ ടൗണിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളിലോട്ടായിട്ടാണ് ഈ വീട് വരുന്നത് നമ്മുടെ ഈ പരിസരത്ത്. ബാക്കി ബസ് കാര്യങ്ങൾ സൗകര്യങ്ങളെല്ലാം ഉണ്ടെന്നാലും എന്നാൽ അധികം ടൗണിൽ നിന്നല്ലാത്ത ഒരു ബഹളവും കാര്യങ്ങളൊന്നും ഇല്ലാതെ കുറച്ച് ഉള്ളോട്ട്. അതുകൊണ്ട് ആർക്കും നന്നായി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ ഒരു ഏരിയ. പിന്നെ നമ്മളെപ്പോലെ തന്നെ എന്നെപ്പോലെ തന്നെ എല്ലാവരും സിമ്പിൾ. മഴയായിട്ട് നോക്കുമ്പോൾ സാധനം ഒന്നും ഇറക്കാൻ പറ്റില്ല. നോക്കുമ്പോൾ ഇവരിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പിള്ളേർപ്പുറം കളിയാ. പുറത്ത് നല്ല കളിച്ചോ എന്നാ പരിപാടിയായി. അതിപ്പോൾ തന്നെ കളിയോ? മഴയായിട്ടിപ്പം അവർ ഉള്ളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. ഭക്ഷണം കഴിക്കുന്നുണ്ട്. കുറച്ച് സമയം മഴ ചോരുന്നത് വരെ എന്തായാലും ഇറക്കാൻ കഴിയില്ല. മഴ ഏകദേശം ചോർന്നിട്ടുണ്ട്. ഇനി അവർ അപ്പോഴത്തേക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് ഇറക്കാൻ വേണ്ടി അങ്ങനെ ഉള്ളിൽ വെക്കുന്നുണ്ട്. നമ്മളിത് മൊത്തം അങ്ങ് മുകളിലേക്ക് മാറ്റേണ്ട പരിപാടി കേട്ടോ. എല്ലാം എടുത്തിട്ട് നേരെ അങ്ങോട്ടേക്ക് മുകളിലേക്ക് കൊണ്ടുപോകണം. ഈ ഒരു അലമാരിയും കൂടി ഇങ്ങോട്ടേക്ക് കയറ്റാനുണ്ട്. ഞാൻ ഇടുന്ന വെറുക്കൊരു TV ഇപ്പം പറല
കുറച്ച് കഴിഞ്ഞിട്ട് വരുമ്പോൾ വെക്കാൻ വേണ്ടി. ഞാൻ ഇവിടത്തേക്കാണ് കട്ടിൽ ഞാൻ ഇപ്പം പറഞ്ഞു കേട്ടോ. ഇപ്പുറത്തേക്കുള്ള കട്ടിലും കിടക്കെല്ലാം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അതെല്ലാം ഫുൾ പണി കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം എനിക്ക്. ഇപ്പോൾ ഈ റൂമിലേക്ക് ഞാൻ അലമാരി ആക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഏതായാലും ഒരു ഇവരുടെ കണ്ടതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു നോർമൽ ഒരു സിമ്പിളായിട്ടുള്ള ഒരു അലമാരി ഉണ്ട്. അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാ മഴയാണ്ട് ഫുൾ സാധനം നമുക്കിട്ട് തന്നിട്ടുണ്ട്. ഒന്നും കൊണ്ടുപോകുന്നില്ല. അവർ ബാക്കിയുള്ളതും കൂടി നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞിട്ടുണ്ട്. ചങ്കനും പൊങ്കനും കൂടി ചോറ് തന്നലാണ്. സമയത്രയെന്നറിയാം 2 മണി. നോക്കിയാ എവിടാ 2 മണിയായി. അവസാനം നമ്മൾ മഴേനെ തോപ്പിച്ചിട്ട് വണ്ടി ഫുള്ള് ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. മണിയേട്ടൻ്റെ നേതൃത്വത്തിലാണ് ഇഞ്ചോടിഞ്ച് പോരാടി. ഞാൻ തന്നെ തൂണ് പോയിന്ന് എന്തോ ജസ്റ്റാണ്. ഇന്ന് അങ്ങനെ മഴേൻ്റെ അടുക്ക തോറ്റു കൊടുക്കാൻ കഴിയില്ല നമുക്ക്. സാധനങ്ങൾ മൊത്തം ഇത് ഇറയത്തും അകത്തും എല്ലാം ആയിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് വെച്ച് ലാസ്റ്റ് ഇനി ഒരു സാധനം നമ്മൾ ഇറക്കാൻ ഏറ്റവും ലാസ്റ്റ് ആയിപ്പോയി. അത് ഇറക്കാനായി മഴേനെ തേച്ചും കാത്തേക്കേണ്ടി വന്നത്. പകുതി സാധനങ്ങളും തിരിച്ച് റിട്ടേണും കയറ്റണം. ഇതല്ലേ ഇത് എത്രയും റേറ്റ് വരുന്നത്? ഇതിന്റെ ഓൺലൈൻ പ്രൈസ് 24 വരിക. നമ്മള് 18,990 കൊടുക്കും. ആരോ പറഞ്ഞുണ്ടാക്കി ചേവലും കേട്ടോ ഈ ഒരു അമ്പലം ടെമ്പിള്. അത് തേക്കൊണ്ടാട്ടോ ഇവിടെ. ഇതിപ്പോ പുറത്തേക്ക് ഇങ്ങനെ എടുക്കാൻ അതിങ്ങനെ എടുക്കുകയാണ്. അത് മൊത്തം കാഞ്ചേറായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഇനിയിപ്പോൾ 2000 ഇറക്കേണ്ടി വരും. ഇതിനിപ്പം നമുക്ക് ആ കട്ടിൽ ഇറക്കാനോണ്ട് കുറച്ചും കൂടെ നീക്കിയത്. ഞാൻ ഇപ്പോൾ കണ്ടപ്പോൾ നല്ല രസം തോന്നി. അതാണ് ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരാന്ന് വെച്ച്. മണിയേട്ടൻ കല്യാണം കഴിച്ചില്ല കേട്ടോ. ഞാൻ ഈ കൂട്ടത്തിൽ ലോഹ്യം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അതും കൂടി അങ്ങ് ഞാൻ ഇതാക്കുന്നുണ്ട്, നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സ്ഥലവും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൂട്ടത്തിൽ ഞാനൊരു കല്യാണം ഇതെല്ലാം സെറ്റായിട്ടുണ്ടെങ്കിൽ ഫുൾ പാർട്ടി ഇറക്കിയായിരിക്കും. ഇത് കണ്ടിട്ട് ഇതാ വഴിയേട്ടനെ ബന്ധപ്പെട്ടവർക്കുള്ള നമ്പർ കാര്യങ്ങൾ ഞാനിതിൽ കൊടുക്കും. കല്യാണം കൂടി നോക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കച്ചവടത്തിൻ്റെ കൂട്ടത്തിൽ അതും കൂടി അങ്ങ് കിടക്കട്ടെ. ഈ ഒരു പോയിന്റ് ഞാൻ എടുത്തു പറയുന്നുണ്ട്. 33 വയസ്സ്, സിമ്പിളൻ, ദുശീലമില്ല, എല്ലാം ഉണ്ട്. ഞാൻ എല്ലാം പറഞ്ഞു. ഒരു ബ്രോക്കർ വഴിയും കൂടി ഞാൻ എടുക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതാ ആളുകിടെ റെഡിയാന്ന്. എൻ്റെ നമ്മളത് സാധനം ഇതാ സൈഡിൽ ഇറക്കി വെച്ച് ഞാൻ നമ്മളെ ഇത് ഫിറ്റാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അങ്ങനെ ഏറ്റവും ലാസ്റ്റത്തെ സാധനം അവർ കയറ്റി കഴിഞ്ഞു. തുറക്ക് നാവൊന്നും പഠിക്കില്ലേ? പല്ലൊന്നും വന്നിട്ടില്ല. വല്യ എനിക്ക് ആമി ചിരി സഹിക്കാൻ പറ്റുന്നില്ല. ഓ എല്ലാരും കൂടി എച്ചോട്ടിന് ചിരി സഹിക്കാൻ വയ്യേ. വെക്ക് ഇതിങ്ങോട്ട് വെക്ക്. അതങ്ങോട്ടേക്ക് വെക്ക്. അങ്ങനെ എല്ലാ സാധനവും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ എല്ലാ സാധനവും റൂമിലേക്ക് കയറി കേട്ടോ. ബാക്കി മഴ കാണില്ല, നിങ്ങൾ പുറത്തന്നെ പുറകിൽ കാണുന്നുണ്ടാവും. മഴ ചെറിയൊരു നല്ല രീതിക്കുള്ളൊരു പണിയാണ്. അല്ല വേണേടാ, നല്ല രീതിക്കുള്ള പണിയാണ്. അതെ, സാധനം ഏകദേശം ലോഡാക്കി ഒരു 2-3 ചെയറും കൂടി കയറ്റാൻ ബാക്കിയുണ്ട്. അപ്പോഴത്തേക്ക് ഒന്നും കൂടി മഴ പെയ്ത് കുഴപ്പമില്ല. അതിന് ഏകദേശം കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ റൂമിൽ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഏകദേശം ആയി. അപ്പോൾ ഇതും കൂടി നിങ്ങളൊന്ന് കാണിച്ചു തരാം ലാസ്റ്റായിട്ട്. ഇതാണ് നമ്മളെ കട്ടില്. ഇത് നിലമ്പൂർ തേക്കിന്റെ കട്ടിലാണ്. ഫുൾ കാതലാണ് കേട്ടോ. ഫുൾ കാതലാണ്. ഇതിന്റെ ഹെഡ്ഭാഗത്ത് നമുക്ക് മൊബൈല് കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. അതായത് വെക്കാം. ഇത് എൻ്റെ ക്യൂൻ സൈസ് ആണ്. 6 ക്യൂൻ സൈസ് ആണ് ഇത് വരുന്നത്. പിന്നെ ഇത് നമുക്ക് 19,900 അപ്പോൾ കുറഞ്ഞ കട്ടിലുകൾ നമുക്കുണ്ട്. 10-ന് താഴെ കട്ടിലുകൾ നമ്മുടെ ഷോപ്പിലുണ്ട്, നമ്മുടെ വീഡിയോസിലുണ്ട്. ഇത് കുറച്ച് പ്രീമിയം ആയിട്ടാണ്. പിന്നെ ഈ കോട്ടോസ് ഇത് നമ്മൾ പാർട്ടിക്കൽ ബോർഡിന്റെ ആണ്. കണ്ടോ, ഇവിടെ
ഇത് 3 വർത്തുള്ള. വേറൊരു കാര്യം കൂടി ഞാൻ എനിക്ക് പറഞ്ഞുതരാം. ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ടിട്ട് ഞാൻ ഇവരോട് വീഡിയോ എടുക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വഴിയായിട്ട് ഞങ്ങളുടെ ഷോപ്പിലെ മാക്സും എല്ലാ സാധനവും ഞാൻ എൻ്റെ രീതിക്ക് ഞാൻ കാണിച്ചു കൊടുക്കും. എൻ്റെ യൂട്യൂബ് ഫാമിലിയിലുള്ളവരിൽ ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് വരുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും എൻ്റേതായിട്ടുള്ള ഓഫർ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ആൾ സമ്മതിച്ചിട്ടുണ്ട്. ആള് എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ഷോപ്പിൽ പോയിട്ട് ഓക്കെ ഇതില് കമന്റ് ഇട്ടിട്ട് നമ്മളിങ്ങനെ കുറെ വീഡിയോ നമ്മുടെ അപ്പൊ ഇതില് സംഗീതത്തിന്റെ ഇതില് ഒരു കമന്റ് ഇടുക. ആ കമന്റ് ജസ്റ്റ് ഒന്ന് ഇവിടെ കൊണ്ടുവന്ന് സ്ക്രീൻഷോട്ട് കാണിച്ചാൽ വാങ്ങാനായിട്ട് മുമ്പ് കാണിക്കണം. ബില്ല് ആരുടെ തൊട്ട് മുമ്പ് കാണിക്കണം. ബില്ല് ആയി പറഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞ് വന്ന് കാണിക്കരുത്. അപ്പൊ ഒരു കസ്റ്റമർക്ക് ഒരു പ്രൊഡക്റ്റിനല്ല എന്ത് നമ്മൾ വാങ്ങി നമുക്കൊരു എന്ത് പ്രൊഡക്റ്റ് വാങ്ങിയിട്ടായാലും നമുക്ക് ചെറിയ പ്രൊഡക്റ്റായാലും വലിയ പ്രൊഡക്റ്റായാലും ഒരു ഫാമിലിക്ക് നമ്മളത് കൊടുക്കും. ഓക്കെ. അപ്പം നിങ്ങൾ കമന്റ് ഇട്ടിട്ട് നോക്കിയോ. എൻ്റെ ഈ വീഡിയോ കാണുന്നതിന് ഞാൻ ചോദിച്ച് റിക്വസ്റ്റ് ചെയ്ത് മേടിച്ചൊരു സംഭവം അത്. അപ്പം ബാക്കി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞല്ലോ, ആള് തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഏതായാലും വീട്ടിലേക്ക് ഇത്രയും സാധനങ്ങൾ വാങ്ങുമ്പം എനിക്കൊരു കണ്ടന്റായി. മെയിനായിട്ട് എൻ്റെ നിങ്ങൾക്കറിയാലോ, എനിക്ക് ഒന്നാമത് വീഡിയോസ് ഇടാനില്ല. എൻ്റെ ചപ്പും പുല്ലും ചവറും തേച്ചും ഞാനിട്ടിട്ട് ആകെ എപ്പോഴും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതിൽ 3-4 വീഡിയോസ് ഇടും. അപ്പോൾ ഇതിങ്ങനെ ഇവർ വീട്ടിലേക്ക് തന്നെ കൊണ്ടുതരുന്നതുകൊണ്ട് എനിക്ക് നല്ല സൗകര്യമായി. കാരണം വീഡിയോ എടുക്കാൻ ഒരു കണ്ടന്റുമായി. നമ്മളിപ്പോൾ എന്താ പറയുക, നമുക്കിപ്പോൾ കുറച്ച് ഇപ്പോൾ ഈ വിഷു കഴിഞ്ഞിട്ട് അതിൻ്റെ തിരക്കും കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ എന്താ വെച്ചാൽ നമ്മള് ചേട്ടനെ ഒന്ന് കാണും. നമ്മള് വീഡിയോ സ്ഥിരം പ്രഷറാണ്. അപ്പൊ എന്താ വെച്ചാൽ ഒന്ന് കാണുമ്പോൾ ചെയ്യാലോ വിചാരിച്ചിട്ടാണ് നമ്മള് എല്ലാം തിരക്കും വിട്ടാൽ നമ്മൾ തന്നെ പോകുന്നത്. നമ്മളെ കാണും ചെയ്യാലോ. സാധനങ്ങൾ കൊടുക്കല് വേറെ വിഷയം. പിന്നെ നമുക്കൊന്ന് എനിക്കും കാണാൻ പറ്റിയതിൽ സന്തോഷമായിട്ട് ഞാനും വിചാരിക്കുന്നു. കാരണം നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെ ഈ ചെറിയ പ്രൈസിൽ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഫാമിലിയിലുള്ളവർക്ക് ഉപകാരപ്പെടും 100% ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ വന്നപ്പോൾ തൊട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഉപകാരപ്പെടും, ഈ വീഡിയോ കാണുന്നവർക്ക് ഉപകാരപ്പെടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് അധികം ഗ്യാരണ്ടി തരുന്നത് നമ്മളെ നാട്ടിൽ ഞാൻ അന്വേഷിച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നത്. കിട്ടാത്ത റേറ്റിൽ അതിനേക്കാൾ ക്വാളിറ്റിയിൽ എനിക്കിത് കിട്ടി എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഉറപ്പ് ഞാൻ പറയും. നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. കാരണം വേറെ ഷോപ്പ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് എവിടെയാണെന്നുള്ളത്. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് പോകുന്നവരോട് ഞാൻ എൻ്റെതായ ഒരു ഇതിൽ റിക്വസ്റ്റ് ചെയ്ത് ഞാൻ ആക്കിയതാണ് ആ ഒരു സംഭവം. അത് നിങ്ങൾ ഇതിലൊരു കമൻറ്റ് ഇട്ടിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് എന്ത് സാധനം പർച്ചേസ് ചെയ്തിട്ടായാലും, പക്ഷേ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടാണ് തെളിവ് കാണിച്ചു കൊടുക്കണം. കാരണം ഒരു കമൻറ്റ് ഇട്ടത് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. എന്നാൽ അതും കൂടി നിങ്ങൾക്ക് കൊണ്ടുപോവാം. ഇതൊരു സ്പെഷ്യൽ ഓഫറാണ് എൻ്റെ വക. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദിച്ചു മേടിച്ചതാണ്. പിന്നെ കിടിലം മണി എന്ന് പറഞ്ഞ ചാനലും കൂടി നിങ്ങളൊന്ന് കയറിയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. കാരണം ഇതുപോലുള്ള ഒരുപാട് നല്ല വെറൈറ്റി ഐറ്റംസ് അവരെ വീഡിയോസിൻ്റെ അകത്ത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ പ്രൈസും കാര്യങ്ങളെല്ലാം അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടും വീഡിയോ. അപ്പോൾ എന്തായാലും പാവം ഇപ്പൊ സമയം 6:30-7 മണിയാവാനായി കേട്ടാ. പനി പിടിക്കുന്നു. ബോഡി കാണിക്കട്ടെ തിരിഞ്ഞു എന്തോന്ന്. അത് ഇവിടെ കുറേ മറ്റേ പൊടിയെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കോരി വൃത്തിയാക്കി മുറ്റം ക്ലീൻ ചെയ്യലാട്ടാ. അവർ കുഴൽക്കിണർ കണ്ട, കുഴൽക്കിണർ കുഴിച്ചതിൻ്റെ പൊടി മൊത്തം മുറ്റത്തേനുള്ളത്. അത് മുറ്റം കുറച്ച് ക്ലീൻ ചെയ്താണ്. അല്ലാണ്ട് വേറെ മുറ്റം അടിച്ചു വാരി തേച്ചില്ല ദിവസം. ആ പിന്നെ അവര് പറയുന്ന കേട്ടായിരിക്കും മുറ്റം അടിച്ചു വാരില്ല വരില്ല ഞാൻ. അപ്പോൾ വേറെ ഒന്നല്ല കേട്ടോ, ഇത് മഴ നിന്നിട്ടൊന്നും നടക്കില്ല. മഴയിലുണ്ടാകുമ്പോൾ വെള്ളത്തിന്റെ ഇപ്പം കുറെ ചളിയും കൂടി അങ്ങോട്ട് പോകും. അപ്പൊ അത് കൂടുതൽ അങ്ങ് വൃത്തിയാക്കും. അല്ല ഞാൻ ഇത്രയും പൊടി കോരി കൊണ്ടിട്ടില്ല കൊട്ടയില്. അതൊന്നും പറഞ്ഞു കൊടുക്കാതെ. അത് തെളിവില്ലല്ലോ, വീഡിയോ ഇല്ലല്ലോ. ശരിക്കും പറഞ്ഞ അത് തെളിവില്ലാതോണ്ടാ ഒന്നും ചെയ്യാനൊന്നുമില്ല കേട്ടാ. എല്ലാ കാര്യം പറഞ്ഞാലും സാഹചര്യം ഇല്ലാണ്ട് പിന്നെ പകുതി ഒരു മാറ്റി ഞാൻ ഓനും കൊടുത്തേ. ആ സൈഡ് ഓനെ കൊണ്ട് എടുപ്പിക്കായിരുന്നു. ഇത് ഫോണില്ലാത്തതുകൊണ്ട് ഇത് കൊച്ചൊക്കെ ചെയ്യേണ്ട അവസ്ഥ. എന്റെ ബോഡി അധികം കാണിക്കില്ല, മതി ബോഡി കാണിച്ചില്ല, ബോഡി കാണുന്നില്ല പറഞ്ഞോ. അപ്പോൾ വീടിൻ്റെ ഒരു ഹോം ടൂർ കാര്യങ്ങളിലായിട്ട് നമ്മൾ 8 വീഡിയോയിൽ വരട്ടോ. ഇതെല്ലാം ഒന്ന് ക്ലിയർ ആക്കി ഒന്ന് മൊത്തം വൃത്തിയാക്കിയിട്ട് വേണം 2 ദിവസം. അപ്പോഴത്തേക്കൊന്ന് മൊത്തം സെറ്റാക്കിയിട്ട് വേണം ഇതിലും വീടിൻ്റെ എല്ലാം ഫുൾ വ്യൂ എല്ലാം കാണിച്ച് നല്ലൊരു അടിപൊളി വീഡിയോ. ഒരു കുറേ വട്ടം കണ്ടതാണ്. എന്നാലും ഫുൾ വർക്ക് കഴിഞ്ഞിട്ടൊന്ന് കാണിക്കാതെ ഒരുവിധം നിങ്ങൾ കണ്ടു എല്ലാ വീഡിയോസിലും. അപ്പോൾ അടുത്ത വീഡിയോ മിക്കവാറും ഒരു ഹോം ടൂർ ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോഴത്തേക്ക് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ അടുത്ത ചെയ്യാനാണ് വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് സാധനങ്ങൾ കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്ന തിരക്കിലായിട്ട്.